ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺവേർഷൻ പറഞ്ഞു അല്ലേ? ലെങ്ത്തിന്റെ മീറ്ററിന് സെന്റിമീറ്ററിലേക്കും സെന്റിമീറ്ററിന് മീറ്ററിലേക്കുള്ള കൺവേർഷൻ പറഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ് ഇൻറ്റു കിലോമീറ്റേഴ്സ്. എന്താ ഷെഫി? ഹോംവർക്ക് പറഞ്ഞിരുന്നു. ഹോംവർക്ക് കുറെ പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, നിങ്ങളൊക്കെ തെറ്റാതെ ചെയ്തിട്ടുണ്ട് ഹോംവർക്ക്, കുഴപ്പമില്ല. അപ്പൊ അടുത്ത എന്താ നമുക്ക് പഠിക്കണ്ടേ? കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സ് ആൻഡ് കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻറ്റു കിലോമീറ്റേഴ്സ്. അപ്പൊ എന്താ ഇത് തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? കിലോമീറ്റേഴ്സും മീറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ ഓർമ്മയുണ്ടോ പറഞ്ഞത്? എത്ര മീറ്റേഴ്സ് കൂടിയാലാ ഒരു കിലോമീറ്റർ ആവുക? എത്രയാ? വെയിറ്റ്, അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് അതിന്റെ കൺവേർഷൻ പറയാം. വൺ കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റേഴ്സാ? 1000 മീറ്റേഴ്സ് അല്ലേ? 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാലോ? 2 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റേഴ്സ് ആയിരിക്കും? എത്ര മീറ്റേഴ്സ് ആയിരിക്കും? 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാ? 1000 മീറ്റർ. 1000 മീറ്റർ പ്ലസ് 1000 മീറ്റർ, 1000 മീറ്റർ എത്ര വരും അപ്പോ? ഈക്വൽ ടു 2000 മീറ്റർ അല്ലേ? അപ്പൊ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 2000 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 12 കിലോമീറ്റർ എന്ന് പറഞ്ഞാലോ? 12 ടൈംസ് നമ്മൾ 1 കിലോമീറ്റർ ആഡ് ചെയ്യുന്നു, അതായത് 12 ടൈംസ് ഇൻറ്റു 1 കിലോമീറ്റർ ആഡ് ചെയ്യുന്നു, അതായത് 12 ഇൻറ്റു 1 കിലോമീറ്റർ. 12 ഇൻറ്റു 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 1000 മീറ്റർ. 12 ഇൻറ്റു 1000 മീറ്റർ എന്ന് വെച്ചാൽ 12,000 മീറ്റർ. ഇവിടെ തന്നെ ഒരു കൺവേർഷൻ ആയി, മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ. ഇത്ര കിലോമീറ്റർ തന്നാൽ എത്ര മീറ്റർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മള് മീറ്റേഴ്സിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? അതേപോലെ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതൊന്ന് നോട്ടാക്കി നമുക്ക് എഴുതി വെച്ചാലോ? ഓക്കെ, കൺവേർഷൻ ഓഫ്, നോട്ടിൽ എഴുതിക്കോ, കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സ്. കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു, അയ്യോ അതെവിടെ പോയി? conversion of kilometers into meters. ആദ്യം എന്ത് എഴുതി വെക്കണം കൺവേർഷന് മുന്നേ? 1 kilometer is equal to
1000 meter. 1 kilometer is equal to 1000 meters എന്ന് എഴുതി വെക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് എഴുതാം. ടു കൺവേർട്ട് kilometers into meters, multiply the given kilometer measurement by 1000. To convert kilometers into meters, multiply the given kilometer measurement by 1000. Example, three kilometer is equal to 3 into 1000 is equal to 3000 meters. "25 kilometer is equal to 25 into 1000 is equal to 25,000 meters. To convert kilometers into meters, multiply the given kilometer measurement by 1000. Example, 3 kilometer is equal to 3 into 1000, 3000 meters. 25 kilometers is equal to 25 into 1000, 25,000 meters. ഇപ്പൊ ഇത് നിങ്ങൾ നോട്ടിൽ ഇതേപോലെ എഴുതി വെക്കുക. കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് അതിന് താഴെ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു, നമ്മളിത് ഒരുപാട് തവണ എഴുതിയിട്ടുണ്ട്. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. അത് ചെറിയൊരു ബോക്സിലാക്കി വെച്ചോ. One kilometer is equal to 1000 meters. Then to convert kilometers into meters, multiply the given kilometer measurement by 1000. Example, 3 kilometer is equal to 3 into 1000, 3000 meter. 25 kilometer is equal to 25 into 1000, 25,000 meters. ഇനി നിങ്ങൾ ആ എക്സസൈസ് 5.1 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 190 എടുത്തോ? എക്സസൈസ് 5.1 എടുത്തോ? അതിനകത്ത് ഡി ക്വസ്റ്റ്യൻ കണ്ടോ? ബിയും സിയും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു അല്ലേ? ഡി ക്വസ്റ്റ്യൻ കണ്ടല്ലേ? ഡി ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. ആദ്യത്തെ 3 എണ്ണം ഒന്ന് ചെയ്താൽ മതി. എന്താ ഷെഫി? ടെസ്റ്റിലേക്ക് ചെയ്താ പോലെ? ടെക്സ്റ്റില് ചെയ്യണ്ട, നോട്ടിൽ തന്നെ എഴുതിക്കോ. ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. കൺവേർട്ട് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ടു മീറ്റേഴ്സ്. കുറെ മെഷർമെന്റ് തന്നിട്ടുണ്ട്, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ 2 കിലോമീറ്റർ, സെക്കൻഡ് വൺ 15 കിലോമീറ്റർ 250 മീറ്റർ, തേർഡ് വൺ 3 കിലോമീറ്റർ 21 മീറ്റർ. ആ 3 എണ്ണം ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒരു 3 മിനിറ്റ് സമയം തരാം. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കിക്കോ.
3 മിനിറ്റ് കഴിയുമ്പോൾ മിസ്സിന്റെ ആൻസർ പറഞ്ഞുതരാം. എന്താ ഫെഡ്രിൻ? ടീച്ചറെ നോട്ട്ബുക്കിലിട്ടാ? ആ നോട്ട്ബുക്കിൽ തന്നെ എഴുതിക്കും. മിസ് പറഞ്ഞുതരാം, നിങ്ങൾ അതുപോലെ തന്നെയാണോ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 കിലോമീറ്റേഴ്സ്. 2 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്റേഴ്സ് is equal to 2 into 1000, 2000 meters. അത് ശരിയായിരിക്കും എല്ലാവരും. നെക്സ്റ്റ് വൺ 15 kilometers, 250 meters. ഇതില് 2 മെഷർമെന്റും വരുന്നുണ്ട്. നമുക്ക് ഇതിലെ മീറ്ററിലേക്കാ മാറ്റണ്ടേ അല്ലേ? 15 kilometers 250 meters എന്ന് പറയുമ്പോൾ 15 kilometer പ്ലസ് 250 meter. ഇതിന് രണ്ടിനും ഇടയ്ക്കൊരു പ്ലസ് സൈൻ ഉണ്ട്. അതായത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത്. ഇനി നമുക്ക് ഇതില് മീറ്റേഴ്സിലേക്ക് മാറ്റേണ്ടതുകൊണ്ട് 15 കിലോമീറ്ററിനെ മാത്രം മീറ്ററിലേക്ക് മാറ്റിയാൽ മതി. ബാക്കി വരുന്നത് മീറ്ററിൽ തന്നെയല്ലേ ഉള്ളത് അല്ലേ? അതുകൊണ്ട് 15 കിലോമീറ്ററിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? മീറ്ററിലേക്ക് മാറ്റാം. 15 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 15 into 1000 meter plus 250 meter. 15 into 1000 meter എന്ന് പറയുമ്പോൾ 15,000 meter plus 250 meter. എത്ര കിട്ടും? 15,250 meter. ഓക്കെ, ഇത് ചെയ്ത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്തതോ 3 കിലോമീറ്റർ 21 meter. 3 കിലോമീറ്റർ 21 meter. അതായത് 3 കിലോമീറ്റർ പ്ലസ് 21 meter. ഇനി നമുക്ക് 3 കിലോമീറ്ററിനെ മാത്രം മീറ്ററിലേക്ക് മാറ്റിയാൽ മതി. 3 into 1000 meter plus 21 meter. 3 into 1000 meter എന്ന് പറയുമ്പോൾ 3000 meter plus 21 meter. 21 meter. അത് എത്രയാ വരാ? Equal to 3021 meter. ശരിയാണോ? ആദ്യത്തേത് എത്ര? 2000 meter. രണ്ടാമത്തേത് 15,250 meter. മൂന്നാമത്തേത് 3021 meter. ശരിയാണോ? ശരിയാണോ? ഒരു മിനിറ്റ്. ആർക്കൊക്കെ ശരിയായിട്ടുണ്ട്? 3 ശരിയായോ? എന്താ ഷെഫി? മാത്രം തെറ്റി. ബാക്കി കിട്ടിയായിരുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4, 5, 6 ഒന്ന് ചെയ്തേ. 4-മത്തെയും 5-മത്തെയും 6-മത്തെയും. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ബാക്കി 4-മത്തെയും 5-മത്തെയും 6-മത്തെയും ക്വസ്റ്റ്യൻ. 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 6 into 1000 6000 meter. ഓക്കെ, then 4 കിലോമീറ്റർ 125 meter എന്ന് പറയുമ്പോൾ 4 കിലോമീറ്റർ പ്ലസ് 125 meter. 4 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4000 meter. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4125 meter. 4125 meter. നെക്സ്റ്റ് 5 കിലോമീറ്റർ 6 meter.
5 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5000 മീറ്റർ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5006 meters. ഓക്കെ, ബാക്കിയുള്ള മൂന്നെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 7, 8 and 9. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പഠിച്ചേ? കിലോമീറ്റർ മെഷർമെന്റിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻടു കിലോമീറ്റേഴ്സ്. ഇനി നമുക്ക് മീറ്ററിൽ തന്നിരിക്കുന്ന ഒരു മെഷർമെന്റ് എങ്ങനെ കിലോമീറ്ററിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് എന്ത് ചെയ്താൽ മതി? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എക്സാമ്പിൾ നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് അധികം വരുന്നുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ വരുന്ന മെഷർമെന്റ് ഇല്ലേ, നമ്മളിപ്പോ ചെയ്തില്ലേ, ഇതാ ഈ ഒരു മെത്തേഡ് 3 കിലോമീറ്റർ 21 മീറ്റർ എന്നൊക്കെ അങ്ങനെ വരുന്ന കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതൊന്ന് നോക്കാം. എക്സാമ്പിൾ, ഇപ്പോ 3000 മീറ്റർ എന്ന് പറഞ്ഞാല് അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 3000 ഡിവൈഡഡ് ബൈ 1000 that is equal to 3 kilometer. 3000 divided by 1000 3 kilometers. ഇനിയിപ്പോ 45,000 മീറ്റർ എന്നാണെങ്കിലോ, 45,000 meters എന്നാണെങ്കിൽ 45,000 divided by 1000 is equal to 45 meters. Sorry, 45 kilometers. നമ്മൾ സാധാരണ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 സീറോസ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നോക്കിയേ, 3000 3 സീറോ ഉണ്ട്, 1000 3 സീറോ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. 45,000 3 സീറോ ഉണ്ട്, 1000 3 സീറോ ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 3 സീറോസ് ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇവിടെ 3 സീറോസ് ക്യാൻസൽ ചെയ്യുന്നു. 45 കിലോമീറ്റേഴ്സ്. ഇനി 5682 മീറ്റേഴ്സ് ആണെങ്കിൽ 5682 മീറ്റേഴ്സ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൺസിന്റെയും ടെൻസിന്റെയും ഹൺഡ്രഡ്സിന്റെയും പ്ലേസ് ഒറ്റ നമ്പർ ആക്കി എഴുതാം. അതായത് ആദ്യത്തെ 3 ഡിജിറ്റ്സ് കൂട്ടിയിട്ട് ഒറ്റൊന്നാക്കിയിട്ട് എഴുതാം. ബാക്കി വരുന്നത് ബാക്കിയായിട്ട് എഴുതാം. എങ്ങനെയാന്ന് വെച്ചാല് 5600 മീറ്റേഴ്സിനെ നമ്മൾ 5000 മീറ്റർ പ്ലസ് 682 മീറ്റേഴ്സ് എന്ന് എഴുതും. ശരിക്കും നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് ഇതിനെല്ലാം മാറ്റി എഴുതുമ്പോൾ 5000 meters plus 600 meters plus 80 meters plus 2 meters. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്നത് ഒരു നമ്പറിന്, അല്ലേ? ഇതിനെ ഇങ്ങനെ എഴുതുന്നതിന് പകരം എങ്ങനെ എഴുതുന്നു? ഈക്വൽ ടു 5000 മാത്രം അതുപോലെ എഴുതി, 5000 മീറ്റർ പ്ലസ് ബാക്കി വരുന്നത് 3 എണ്ണവും സിംഗിൾ നമ്പർ ആക്കി എഴുതി, 600 പ്ലസ് 80 പ്ലസ് 2 മീറ്റർ, അതായത് 682 മീറ്റർ എന്ന് എഴുതി.
ഓക്കെ, ഇനി 5000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ അല്ലേ? 5000 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ പ്ലസ് 682 മീറ്റർ. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ആ പ്ലസ് സൈൻ ഒഴിവാക്കിയിട്ട് 5 കിലോമീറ്റർ 682 മീറ്റർ എന്ന് എഴുതാം. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 2541 മീറ്റർ എങ്ങനെ എഴുതും? ഈക്വൽ ടു 2000 മീറ്റർ പ്ലസ് 541 മീറ്റർ ഈക്വൽ ടു 2000 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ പ്ലസ് 541 മീറ്റർ. അതിന് നമ്മൾ പ്ലസ് സൈൻ ഒഴിവാക്കിയിട്ട് എഴുതിയാൽ 2 കിലോമീറ്റർ 541 മീറ്റർ. അതൊന്ന് നോക്കി, ഇപ്പൊ മിസ് എഴുതിയതൊന്ന് നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ. ഇത്രയും കാര്യങ്ങൾ, ഈ രണ്ട് കൺവേർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലായെങ്കിൽ ഒരു യെസ് എന്ന് മെസ്സേജ് അയച്ചോ, ഇല്ലെങ്കിൽ നോ എന്ന് അയച്ചോ. ഓക്കെ, നോക്കട്ടെ. അൽന, എബിൻ, ഷെഫി, ആഷിൻ, ഷംവേൽ, ശ്രീദേവ്, സെറ, ഫെഡ്രിൻ, കൃപ, ആദിദേവ്. ആദിദേവിന് മനസ്സിലായില്ലേ? ദേവാഞ്ജനയ്ക്ക് മനസ്സിലായില്ല. ആദിദേവിനും ദേവാഞ്ജനയ്ക്കും മനസ്സിലായില്ല. ഫാത്തിമക്ക് മനസ്സിലായില്ല. ഓക്കെ, സൂര്യദേവിന് മനസ്സിലായി. ഓക്കെ, 2-3 പേർക്ക് മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യാന്ന് വെച്ചാല് മിസ് ഇപ്പൊ ഇതിന്റെ ലിങ്ക് ഇട്ട് തരാം ഗ്രൂപ്പില്. ജസ്റ്റ് ഈ ക്ലാസ്സിന്റെ ഈ കൺവേർഷന്റെ ഭാഗം ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇപ്പൊ ഇന്ന് പ്രോബ്ലം ചെയ്യാൻ സമയമില്ല, കാരണം ടൈം നമുക്ക് തീരാറായല്ലോ. അപ്പൊ ഒന്നുകൂടി ഈ ക്ലാസ്സിന്റെ വീഡിയോ ഒന്ന്, ഈ കൺവേർഷന്റെ ഭാഗം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി മീറ്റേഴ്സിനെ കിലോമീറ്റേഴ്സിലേക്ക് മാറ്റാനുള്ള പ്രോബ്ലം പറഞ്ഞുതരാം. നമ്മുടെ ഈ എക്സസൈസ് 5.1 ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ഹോംവർക്ക് ഓർമ്മയില്ലേ? നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതിന്റെ ബാക്കി 3 എണ്ണം അത് നോട്ടിൽ തന്നെ ചെയ്യാം. കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതിയ പോലെ നോട്ടിൽ തന്നെ എഴുതിയിട്ട് ഹോംവർക്ക് ചെയ്യാം. എന്താ ഫെഡ്രിൻ? ടീച്ചർ ഇപ്പൊ തന്നെ അയക്കണോ? ആ, ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ അയച്ചോ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് എന്താ ഷെഫി? എന്തോ ടെക്സ്റ്റ് ചെയ്ത് അയച്ചാ പോരെ? ടെക്സ്റ്റ് ചെയ്യണ്ട മോളെ, ഇപ്പൊ നമ്മളെ ക്ലാസ്സിന് ചെയ്തതുപോലെ നോട്ടിൽ എഴുതിയിട്ട് അയച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഈ കൺവേർഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റുന്ന കൺവേർഷൻ ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പ്രോബ്ലം പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.